ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാത വന്ദനം, അതോടൊപ്പം എന്റെ നമസ്കാരം, നമസ്തേ. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ, അതായത് ഷഡ്ദർശന പഠന ക്ലാസ്സിന്റെ 5-ാമത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷഡ്ദർശന പഠനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യോഗയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പരിശീലനം, അതായത് ശാരീരിക പരിശീലനം മാത്രമല്ല വേണ്ടത്, അതിൻ്റെ ഒപ്പം തന്നെ മാനസിക പരിശീലനം. അതായത് മാനസിക പരിശീലനം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തിയറി വശങ്ങൾ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുക. അതായത് എന്തിനാണ് ഞാൻ ഈ പരിശീലനം നടത്തുന്നത്, എന്തുകൊണ്ടാണ് ഈ പരിശീലനം നടത്തേണ്ടി വരുന്നത്, എങ്ങനെയാണ് ഈ പരിശീലനം നടത്തുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം നമ്മൾ തിയറി വശങ്ങളിലൂടെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കുക എന്താണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് സെൽഫായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു റിസൾട്ട് നിങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് വിചാരിക്കും. ശരിക്കും അങ്ങനെയല്ല ഫൈനൽ റിസൾട്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ വെറുതെ പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഇതിന്റെ തിയറി വശങ്ങളും കൂടി തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള. അങ്ങനെ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കിത് ക്ലീൻ ആയിട്ട് അതായത് പ്യൂരിഫിക്കേഷൻ നടക്കുക. അതായത് ഇതിലുള്ള വൃത്തികേടുകളും ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ഇങ്ങനെ മാറി നമ്മൾ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നമ്മൾ മാറുന്നതിന്റെ ഒരു രീതിയാണ് അവിടെ. അതിന് നമുക്ക് തിയറി വശങ്ങൾ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിലൊക്കെ 50-50 എന്നുള്ള രീതിയിൽ തന്നെ വേണം. കുറെ നാൾ കഴിയുമ്പോൾ അത് തിയറി വശം 40 ചുരുങ്ങും, കുറെ നാൾ കഴിയുമ്പോൾ അത് 30% ചുരുങ്ങും, പിന്നെ 20% ചുരുങ്ങും, പിന്നെ 10% ചുരുങ്ങും, പിന്നെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനു മുമ്പേ ഇതിന്റെ തിയറി വശങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ യോഗ പരിശീലനം, യോഗ എന്ന് പറഞ്ഞാൽ ഒരു വേ ഓഫ് ലൈഫാണ്. അത് ജീവിതത്തിന്റെ നല്ല ജീവിതം എങ്ങനെ കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ യോഗ. അത് പഠിപ്പിക്കുകയല്ല, തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മുടെ ലിബിൻ മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്, ഒരിക്കലും അത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. നമ്മൾ യോഗ ദിവസവും പരിശീലിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ പറയുക വീട്ടിലിപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ട് എന്നാണ് പറയുക. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായ രീതിയിലൂടെ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ശരിയായ വഴിയിലൂടെ നടത്താൻ യോഗ നമ്മളെ സഹായിക്കും എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഒരു സ്റ്റഡിനെസ് എന്ന് പറയുക, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാള് ഒരു സ്ഥിരത ഉണ്ടായിട്ടില്ല. ആ സ്ഥിരത യോഗ പരിശീലിക്കുമ്പോൾ കിട്ടും എന്ന് പറയുന്നതിന്റെ കാരണം, ഇത്രയും നാൾ ജീവിച്ച പോലെ അല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വീട്ടിലുള്ള അംഗങ്ങളെ നമ്മൾ ഇത്രയും നാൾ കണ്ട പോലെയല്ല നമ്മൾ ഇപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നത് പഴയ പോലെയല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ എല്ലാത്തിലും ഒരു വളരെയധികം അല്ലെങ്കിൽ സമൂലമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഒരു സ്റ്റഡിനെസ് ഉണ്ടാവും, ഒരു സ്ഥിരത ഉണ്ടാവും. നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത്രയും നാള് ഇങ്ങനെയായിരുന്നു ജീവിക്കേണ്ടത്, നേരത്തെയൊക്കെ എന്തുമാത്രം വഴക്കുകൾ ഉണ്ടാവുന്നു, വെറുതെ റിയാക്ഷൻസ് എത്രയുണ്ടാവും, എന്തെങ്കിലും ഒന്നും പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് തന്നെ അതേ ടെമ്പോയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരുന്നു. ഇപ്പോഴും അങ്ങനെ ഒന്നും പറയുന്നില്ല. അവരെന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറുന്നില്ല, സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ആദ്യമൊക്കെ ദേഷ്യം കയറിയിരുന്ന വാക്കുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. അവിടെയാണ് ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത വന്നു എന്നുള്ളത്. ഇതൊന്നും ആവശ്യമില്ലാത്തുള്ള ആണെന്നും ആവശ്യമുള്ള എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഒരു ജീവിതത്തിൽ യോഗ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജീവിതമായിട്ട് കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്കൊരു സ്റ്റഡിനെസ്, ഒരു സ്ഥിരത ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് യോഗ പരിശീലിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന ഫലം എന്ന് പറയുന്നത്. അതൊരു പക്ഷെ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു മനസ്സിലാക്കാൻ, വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു പക്ഷെ സാധിക്കില്ല. അവിടെയാണ് എന്നെ പോലുള്ളവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് ഇത് മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു പക്ഷെ മനസ്സിലാക്കിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയുന്നു എന്നിടത്താണ് എൻ്റെ വിജയവും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ വിജയവും തുടങ്ങുന്നത്. ആ വിജയം നിങ്ങൾ അടുത്ത ആളിലേക്ക് കൈമാറുമ്പോൾ, അത് പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലെ പാർട്ട്ണറായിട്ടായിരിക്കും
ആയിരിക്കും. അങ്ങനെ മാറുമ്പോൾ അവിടെയും വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ വിജയങ്ങളുടെ ഒരു കഥ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ യോഗ പരിശീലനം എന്ന് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു ശിശിരകാലം തന്നെയായിരിക്കും യോഗ പരിശീലനം തുടങ്ങുമ്പോൾ. നമ്മൾ 900 ദിവസം യോഗ പരിശീലനത്തിലേക്ക് ഔദ്യോഗികമായിട്ട് കടക്കുകയാണ്. ആ കടക്കുന്ന സുപ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. യോഗ എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. അതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ജീവിത രീതിയാണ്. ആ ജീവിത രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റഡിനെസ് ഉണ്ടാകുന്നു, ഒരു സ്ഥിരത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനിയും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. യെസ്. അപ്പൊ ഇനി ക്ലാസ് തുടങ്ങി വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ രാവിലെ ഇത്രയും പേര് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് എനിക്ക് അയക്കും. ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംവദിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ മെസ്സേജ് അയക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങളുടെ മെസ്സേജ് വായിക്കുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, ക്രിയേഷൻ നടക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ആ ക്രിയേഷൻ നടത്തിയിട്ടുള്ളത് നോക്കട്ടെ. ലതിക അയ്യർ ആദ്യത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമോഭാഗം എന്ന് പറഞ്ഞിട്ടില്ലേ? ലതിക നമോഭാഗം. അതുപോലെ തന്നെ മഞ്ജു രാജൻ നമസ്കാരം പറഞ്ഞു ചേച്ചി, നമസ്കാരം. അതുപോലെ സരോജിനി ചേച്ചി നമസ്തേ പറഞ്ഞു ചേച്ചി, നമസ്തേ. ഇനി ആരൊക്കെയാണ്? സന്ധ്യ വിശ്വംഭരൻ, ഗീതാ ഭാഗ്യത, ഉഷാ ശശീന്ദ്രൻ, രത്നമണി ടീച്ചറുണ്ട്. അതുപോലെ തന്നെ ഷൈബു ഹാരിസ്, രാധാമണി ജയനുണ്ട്, മാല ചേച്ചിയുണ്ട്, ബിന്ദു സുധാകരൻ, ജയ ഉണ്ണി, അതുപോലെ ശ്രീജ നായർ, ബിന്ദു ജോൺസ്, ഇന്ദു സോമനാഥൻ, സുധാ മുരളീധരൻ, അതുപോലെ തന്നെ ഗീതാ സുരേഷ്, മിനി ചന്ദ്രൻ, വിജയ ടീച്ചറുണ്ട്. അതുപോലെ തന്നെ ഇന്ദിര രവീന്ദ്രൻ, ഗീത ഹരിദാസ്, ജിജിഷ, അനീഷ, ഷെമിയ, അനൂപ്, വിജിഷ, ജയറാം, പ്രജാത് ചേച്ചിന്റെ, ലതിക എന്താണ് കാണാം കേൾക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാലമേനൻ, നല്ല സുന്ദരി ചേച്ചി താണ്ഡവം നൃത്തം ആടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ബിന്ദു സന്തോഷ്, അതുപോലെ ലസിത ചേച്ചിന്റെ, ശോഭ, അതുപോലെ തന്നെ ആര്യ ശോഭനൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രിയ ബാബു, അതുപോലെ മിനി തങ്കം, ശാന്ത ഹരിദാസ്, ഷീല ടീച്ചറുണ്ട്, റീന ശ്രീകുമാർ, പ്രീത പ്രശാന്ത്, അതുപോലെ തന്നെ സത്യമ്മ പറഞ്ഞ കാര്യമാണ്. മാലശേഷി പല സ്ഥലത്തിൽ ഒന്ന് തോറ്റുകൊടുക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, തോറ്റുകൊടുക്കാൻ പഠിക്കുകയും വേണ്ട എന്ന് പറയാൻ പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അതുപോലെ മഞ്ജു രാജൻ വളരെ ശരിയാണ്, ശാന്ത ഹരിദാസ് ശരിയാണ്, എസ് റീന ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിനീ സുഭാഷ്, അതുപോലെ തന്നെ ജയ രാമകൃഷ്ണൻ, അതുപോലെ രാജീവ് മോഹനൻ, അജിത് കുമാർ, അതുപോലെ തന്നെ ആര്യ ദേവി ടീച്ചർ, ഇന്ദു സോമനാഥൻ ശരിയാണ്. മുന്നോട്ട് തന്നെ പോവുകയാണ് തീർച്ചയായിട്ടും. സ്റ്റഡിനെസ് കിട്ടിയില്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും ആ സ്റ്റഡിനെസ് ആയിക്കോളൂ കേട്ടോ. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ട്. ഇപ്പൊ സമ്പത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മളൊക്കെ വല്ലാതെ എന്താണ് വറീഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലും നിങ്ങൾക്ക് നേരത്തെ ലിബിൻ മാഷ് പറഞ്ഞു, അതുപോലും നിങ്ങൾക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്. അപ്പൊ നമ്മൾ പറയും വലിയ ദൂരത്തിന് വേണ്ടി, അതിനു വേണ്ടിയുള്ള പൈസയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മാനസിക തൃപ്തിയോട് കൂടി തന്നെ നിങ്ങളുടെ ജീവിതം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു, ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചൊക്കെ നടന്നതുകൊണ്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ എന്റെ ജീവിതം കാണുന്നുണ്ടാവും. അപ്പൊ ആ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നതിന്റെ കാരണം വെച്ചാൽ പലതും വേണ്ടെന്ന് വെച്ചപ്പോഴാണ് നമുക്ക് ഈ ആഗ്രഹിച്ചത് നടക്കലാണ്. നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നു പലതും വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് അതിലും വലിയത്, അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതിന്റെ അപ്പുറത്തുള്ളത് നമ്മൾ നേടാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിന് പിറകിൽ നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആവണം, തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആകണം. അതായത് വികൃതങ്ങളായ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. അതായത് ഒരാൾക്ക് ഒരു കൊച്ചുകുട്ടിക്ക് കേട്ടാൽ പോലും ശരിയല്ലെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ തെറ്റുകളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം അതിനെടുക്കണം. പെട്ടെന്ന് തീരുമാനം, അങ്ങനെയുള്ളവരുടെ ലൈഫുണ്ട്. അതായത് എടുക്കുന്നതൊക്കെ മണ്ടത്തരായിട്ട് പോകുന്ന ചില ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ഒരു കാര്യത്തിൽ, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം നിങ്ങൾക്ക് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ചിലവർ ചില കാര്യത്തിന് ഇപ്പൊ തന്നെ പറയണം എന്ന് നിങ്ങളോട് നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ പറയാം, ഞാനിപ്പോ പറയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് നന്നായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനം പറയാൻ നിങ്ങൾക്ക് പറ്റണം. ചിലരെന്ന് വെച്ചാൽ അപ്പൊ തന്നെ പറയാം, അത് ലോകമണ്ടത്തരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അപായങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ നിരാശകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോകുന്നത്. അപ്പൊ അങ്ങനെ പലവട്ടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കണം, എന്ത്, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായി പോവുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, പറ്റുമെങ്കിൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്ത്, അതായത് നല്ല ഉത്തരം ലഭിക്കുന്ന
ഒരാളോട് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ തീരുമാനം എടുക്കുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പോകുന്നത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും പരാജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലായി എന്ന് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമാണ് എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തെറ്റായി, അല്ലെങ്കിൽ 90% തെറ്റാകുന്നത് കൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് പരാജയം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് സമയദൈർഘ്യം കൂടുതൽ സമയമെടുത്ത് ആലോചിച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യോജ്യമാണെന്ന് തോന്നുന്ന ആളായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായിട്ട് നിന്നു വരില്ല. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് വരുമ്പോൾ പതുക്കെ നമുക്ക് മനസ്സിലായി ഇതാണ് അതിന്. അവിടെയാണ് പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായി തീരുക, അല്ലെങ്കിൽ പ്രകൃതി പോലും നിങ്ങൾക്ക് എതിരായി തീരും എന്നുള്ളതിലെ അതിൽ സംശയം. പറഞ്ഞു മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, മാല ചേച്ചി ചെറുതായി തോൽക്കാനും പഠിച്ചു, അതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. തോൽവി നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണെന്ന് മനസ്സിലാക്കുക. തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് തോൽവി? ഒരാൾ നമ്മളെ 2 തെറി വിളിച്ചപ്പോ നമ്മൾ തിരിച്ചു തെറി വിളിക്കുന്നിടത്താണ് നമ്മുടെ വിജയം നിൽക്കുന്നത്. ചില സമയത്ത് മിണ്ടാതിരുന്നാൽ അവിടെ ഇപ്പൊ നമ്മൾ ചില പോലീസുകാരുടെ അടുത്തൊക്കെ ചെന്ന് അവരുടെ വായിൽ നിന്ന് ആദ്യം വരുന്നത് തെറിയായിരിക്കും. നമുക്കിത് സഹിക്കാൻ പറ്റാണ്ട് തിരിച്ചു തെറി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത്ര ആലോചിച്ചാൽ മതി. നമ്മൾ അവിടെ മിണ്ടാതിരുന്നാൽ ഒരു തെറി കേട്ടെന്ന് മാത്രമേ ഉള്ളൂ, ജീവിതം പിന്നെ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളായിട്ട് ജീവിതത്തിൽ എന്നും അലമ്പായി തീരും. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ചിലത് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമാകും. അത് പ്രത്യേകം അവിടെയാണ് തീരുമാനം വേണ്ടത്. ആ തീരുമാനത്തിലാണ് നമ്മുടെ സക്സസ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, വളരെ സത്യമാണ്. പക്ഷെ ശരീരത്തിനും മനസ്സിനും വളരെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കാം, ഇത് പോസിറ്റീവ് ആണോ അത് നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതും കൂടി സംഭവിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു വിജയം ആഘോഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സതി ചേച്ചി ജോയിൻ ചെയ്തത്, അതുപോലെ തന്നെ മിനി NM, സന്ധ്യ KS, ജ്യോതി ടീച്ചറുണ്ട്, രാജീവ് മോഹനൻ, അതുപോലെ തന്നെ പേര് വായിച്ചവരെയൊക്കെ മനസ്സിലാവുക, നിർമ്മല ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ മഞ്ജു രാജൻ, പിന്നെ ആരാണ്, ഷെമിയാനു മനസ്സിലായി, പക്ഷെ അത് കറക്റ്റ് ആണ് പക്ഷെ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ജിജി ഷാനീഷ്, രാധാമണി വിജയൻ, ഷോജിയം, ഇത്രയും പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സമയം കളയാതെ തുടങ്ങി വെക്കാം. നമസ്കാരം, ഞാൻ ബൈജു ആനന്ദ്, യോഗ സയൻസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗഖ്യാർത്ഥം ധ്യാനം ജ്ഞാനാർത്ഥം ധ്യാനം ആരോഗ്യാർത്ഥം ധ്യാനം. ഇന്ന് 2023 ഒക്ടോബർ 1-ാം തീയതിയാണ്, ഞായറാഴ്ച. രാവിലെ കൃത്യം 7 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നുണ്ട്. അപ്പൊ ഇനി സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പുസ്തകമൊക്കെ എടുത്തോളൂ. പുസ്തകം ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ പുസ്തകങ്ങളൊക്കെ കയ്യിൽ വെച്ചോളൂ. അപ്പൊ ഞാൻ തുടങ്ങാണ്. നമ്മൾ ഇന്ന് പുതിയ ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ് ദർശനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമാണ് വേദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേദത്തിന്റെ ഭാഗം തന്നെയാണ് ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞത്. ആ ഷഡ്ദർശനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബുക്ക് എടുത്തോളൂ. ദർശനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ടോപ്പിക്കിൽ നമ്മൾ ആ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക് എടുത്താൽ അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് വായിച്ച് സമയം കളയുന്നില്ല. നമ്മൾ നേരെ ദർശനത്തിലേക്ക് പോകാണ്. ബുക്ക് എടുത്തില്ല, എടുത്തൊന്നും വരിക. ഓക്കെ, എല്ലാവരും ബുക്ക് ഉണ്ടായിരിക്കണേ. ഇല്ലാത്തവർ അതിന്റെ PDF എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കയ്യിൽ വെച്ചു. ഓക്കെ, യെസ്, തുടങ്ങാം. എന്താണ് ദർശനം? നമ്മളൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും ദർശനത്തിന് കിട്ടി അല്ലെങ്കിൽ ദർശനത്തിന് പോയി എന്നൊക്കെ പറയും. എന്താണ് ശരിക്കും ദർശനം? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു ദർശനത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദൃശ്യതേ അനേന ഇതി ദർശനം. ദൃശ്യതേ അനേന ഇതി ദർശനം. ഇതാണ് ദർശനം എന്ന് നമ്മുടെ വേദത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, നിർവചനം. എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടി. എന്താണ് അത് വായിച്ചപ്പോ? ദർശനം എന്ന് പറഞ്ഞാൽ ദൃശ്യത, കാണുന്നതാണ് ദർശനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, കാണുന്നതെല്ലാം ദർശനമല്ല. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുക, അതൊരു ദർശനമാണോ? അല്ല, അതൊരു ദർശനമല്ല. ആ ദർശനത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവണം, എങ്കിലേ ദർശനമാവുള്ളൂ. എന്ത്? അനേന ദൃശ്യതയെ കാണുന്നത്. അനേന അനേകം പ്രാവശ്യമല്ല. അനേന്ന് പറഞ്ഞാൽ ഗ്രേസ്ഫുൾ, അനുഗ്രഹം കിട്ടുന്ന രീതിയിലുള്ള ദർശനം. അതാണ് അനുഗ്രഹം കിട്ടുന്ന രീതിയിലുള്ള കാഴ്ചകളെയാണ് ദർശനം എന്ന് പറയുന്നത്.
വെറുതെ നമ്മളൊരു ഇത് കണ്ടു കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഡെയിലി കാണുമ്പോൾ ദർശനമാണോ എന്ന് വെച്ചാൽ ദർശനമല്ല. അതിലൊന്നും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടി, നമുക്ക് കിട്ടാത്ത ഒരു സാധനം കിട്ടുമ്പോഴല്ല ഒരു അനുഗ്രഹം. ആ ഒരു സംഭവമാണ്. അങ്ങനെ കിട്ടുന്ന കാഴ്ചകളെയാണ് ദർശനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെറുതെ കാണുന്നതെല്ലാം ദർശനങ്ങളല്ല, വെറുതെ കാണുന്ന കാഴ്ചകളൊന്നും ദർശനങ്ങളല്ല. അതിലെന്തു വേണം? ഒരു അനുഗ്രഹം ഉണ്ടാവണം. ഓ, ഇത്രയും നാൾ എന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത് കണ്ടത്. ആ അനുഗ്രഹത്തോടു കൂടി കാണുന്നതായിരിക്കണം ശരിക്കും പറഞ്ഞ ദർശനം. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കുറേ കാലം കൂടിയിട്ട് കാണാൻ പോവാണ്. ഇപ്പൊ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് പോകുന്നവരുണ്ട്. അവിടെ പോയി കിട്ടുമ്പോൾ അവർ പറയും എനിക്ക് ദർശനം കിട്ടിയെന്ന്. അതെന്താ? അനുഗ്രഹീതമായിട്ടുള്ളതാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇപ്പൊ മറ്റു മതവിഭാഗങ്ങളുടെ രീതിയിൽ ഇപ്പൊ വേളാങ്കണ്ണിയിൽ പോകുന്ന ആദ്യത്തെ പോകുന്ന ഒരാള് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അതാണ് ദർശനം എന്ന് പറയും. ഇപ്പൊ അല്ലാത്തവരാണെങ്കിൽ മെക്കയിൽ പോയി ആദ്യമായിട്ട് മെക്കയിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ഗ്രേസ്ഫുൾ ഒരു അനുഗ്രഹം കിട്ടിയ പോലെയുള്ള ഒരു കാഴ്ച നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞ ദർശനം എന്ന് പറയുന്നത്. മനസ്സിലായി? ഓക്കെ, യെസ്. അപ്പൊ ദൃശ്യതേ അനേന ഇത് ദർശനം. ഇപ്പൊ ഇത് ഞാൻ എന്റെ കാഴ്ചപ്പാടാ പറയും. ഇനി വേറൊരാളെടുത്ത് വന്ന് വേറൊരു രീതിയിലായിരിക്കും പറയാം. അപ്പൊ അയ്യോ അന്ന് അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിന്റെ ടോട്ടാലിറ്റി ബേസ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി? ഓക്കെ. എന്ന വാക്കിന്റെ അർത്ഥം ഇതിനാൽ കാണപ്പെടുന്നു എന്നർത്ഥം. അർത്ഥം കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനാൽ കാണപ്പെടുന്നതെല്ലാം പോരാ. വെറുതെ കാണുന്നതെല്ലാം ദർശനങ്ങളല്ല. നമ്മൾ ഇങ്ങനെ വെറുതെ കണ്ണുറന്ന് വെച്ചിരിക്കുമ്പോൾ കുറേ കാഴ്ച, അതൊന്നും ദർശനങ്ങളല്ല. അനുഗ്രഹീതങ്ങളായിട്ടുള്ള പ്രത്യേകത ഉള്ള കാഴ്ചകളെയാണ് നമ്മൾ ദർശനം എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഭാരതീയ ദർശനങ്ങളെ ഇനി ദർശനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന ദർശനങ്ങളെ രണ്ടായി വിഭജിക്കാം. അപ്പൊ ഈ ദർശനങ്ങളെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അനുഗ്രഹീതമായ ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങളെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭാരതീയ ദർശനങ്ങൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? വേദത്തെ അംഗീകരിക്കുന്നവയും വേദത്തെ പ്രമാണമായി അംഗീകരിക്കാത്തവയും. അപ്പൊ രണ്ടായിട്ട് ഈ ദർശനങ്ങളെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ വേദം വായിക്കാൻ വേദത്തിന്റെ ഒരു ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു ദർശന. നമ്മൾ കിട്ടാത്ത ഒരു സാധനമാണ് ശരിക്കും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു വേദം എന്ന് എഴുതിയിട്ട് ഒരു ബുക്ക് കിട്ടുന്ന അതൊരു ദർശനം. അപ്പൊ ഈ ദർശനത്തെ അംഗീകരിക്കുന്നവരും അല്ലെങ്കിൽ വേദത്തെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അങ്ങനെയാണല്ലോ, അങ്ങനെയുണ്ട്. അത് ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല, അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വേദത്തെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. വേദത്തെ അംഗീകരിക്കുന്നവയും വേദത്തെ പ്രമാണമായി അംഗീകരിക്കും. അപ്പൊ വേദത്തെ പ്രമാണം, അതായത് ഡോക്യുമെന്റ്. ഞാൻ ഈ വേദത്തെയാണ് മുൻപിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്താ? ഞാൻ ഈ വേദത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരാളുകളുണ്ട്. അപ്പൊ ഒരു കൂട്ടർ പറയുന്നു എനിക്ക് ഈ വേദം എന്ന് പറയുന്ന സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ, യോഗ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവർ മോശക്കാരാണെന്നാണോ? അല്ല. അപ്പൊ വേദത്തെ പ്രമാണമായിട്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വേദത്തെ ബേസ് ചെയ്തിട്ടെന്ന് പറയുന്ന ആളുകൾ ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേദത്തെ പ്രമാണമായിട്ട് ഞാൻ കാണുന്നില്ല. മനസ്സിലായി? അത്രേ പറയുന്നുള്ളൂ. വേദത്തെ പ്രമാണമായിട്ട് ഇവിടെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്. ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു, ഞാൻ ഈ വേദത്തെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ രണ്ട് ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അതിൽ കുറെ കൺഫ്യൂഷൻസ് ഉള്ള സാധനമുണ്ട്. ഒറ്റ ആൻസർ എന്നേ ഉള്ളൂ. അത് ദർശനത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ പേരും കൂടി ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം. വേദപ്രാമാണ്യം അംഗീകരിക്കുന്നവയെ ആസ്തിക ദർശനമെന്നും വേദത്തെ നിരാകരിക്കുന്നവയെ നാസ്തിക ദർശനം എന്ന് പറയും. ഇതിലിപ്പോ നമ്മൾ എവിടെയെങ്കിലും ഗൂഗിളിലൊക്കെ പോയിട്ട് ഇതിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ആസ്തികം, നാസ്തികം, ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആസ്തിക ദർശനം വേദത്തെ പ്രമാണമായി, അതൊരു ഡോക്യുമെന്റ് ആണ്, ഞാൻ ഇതിനെ പൂർണ്ണമായി വിശ്വസിക്കും എന്ന് പറയുന്ന ആളുകളെ ആസ്തികരെന്നും, അല്ലാത്തവരെ, അങ്ങനെയാണ് പറയുന്നത്, അല്ലാത്തവരെ, അതായത് വേദത്തെ പ്രമാണമായി അംഗീകരിക്കാത്തവരെ നാസ്തികരെന്ന് പറയും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ പോവുക ഈശ്വരനെ വിശ്വസിക്കുന്നവരെ ആസ്തികരെന്നും ഈശ്വരനെ വിശ്വസിക്കാത്തവരെ നാസ്തികരെന്നും പറയുന്നു എന്ന് പറയും. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇതിൽ പറഞ്ഞിട്ടില്ല. അത് പിന്നീട് വന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മനസ്സിലായി? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ്തികരെന്നാൽ വേദപ്രമാണങ്ങളെ, ഇപ്പൊ പറയില്ലേ ഇന്ത്യൻ നിയമത്തെ ഞാൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല
എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ മോശമാണെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ മോശമാണെന്നോ ആണ് അർത്ഥം അല്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദത്തെ ഒരു പ്രമാണമായി ഒരു ഡോക്യുമെന്റ് ആയിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അത്ര മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാണ്ട് ദൈവം ഉണ്ടെന്നോ ദൈവമില്ല എന്നോ നിങ്ങൾ ഇവിടെ വിശ്വസിക്കേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. ഞാനത് വീണ്ടും ഉറപ്പിച്ചു ആസ്തികരെന്നും നാസ്തികരെന്നും അവിടെ ഓർക്കട്ടെ. ആസ്തികരെന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണ ഗ്രന്ഥമായി അംഗീകരിക്കും, അതായത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല അവിടെ. അത് മനസ്സിലാക്കിക്കോളണം. ഞാൻ വീണ്ടും പറയാണ്, ദൈവമായിട്ട് ഒരു ബന്ധം അവിടെയും. നാസ്തികരെന്ന് ദൈവം ഇല്ലെന്ന് നിരീശ്വരവാദികളോ അല്ല ശരിക്കും പറഞ്ഞു. മനസ്സിലായി? അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നവരെ ആസ്തികരെന്നും, വേദത്തെ ഇപ്പൊ നിങ്ങൾ അതിന് മീനിങ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈശ്വര വിശ്വാസം ഉള്ളവരെന്നും ഈശ്വര ദൈവവിശ്വാസം ഇല്ലാത്തവരെന്നും ആയിരിക്കും നമ്മൾ കാണാൻ. അല്ല, അതാണ് ഈ അർത്ഥവ്യത്യാസങ്ങൾക്ക്, ഭാരതീയ ദർശനങ്ങളിലുള്ള അർത്ഥവ്യത്യാസങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ വേദപ്രമാണങ്ങളെ വിശ്വസിക്കുന്നവരും വേദപ്രമാണങ്ങളെ വിശ്വസിക്കാത്തവരും എന്ന രണ്ട് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, ആസ്തികരെന്നും നാസ്തികരെന്നും. ഇത് ഇനി മറന്നു വരുതേ. പിന്നെ എന്താ ഒരു ഇതുകൊണ്ട് വന്നിട്ടുള്ള, നമ്മൾ ഇന്ന് നിരീശ്വരവാദം യുക്തിവാദം എന്നൊക്കെ പറയുന്നതിന് സമാനമല്ല നാസ്തിക ദർശനം. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇന്നത്തെ നിരീശ്വരവാദവും യുക്തിവാദവും, മനസ്സിലായി, ലോജിക്, ആ വാദം അല്ല ഇവിടെ. മനസ്സിലായോ? അതായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാലശേഷി ആഷനെ കാണുന്ന ഒരു ദർശനം തന്നെയാണ്. പല അറിവുകളും യോഗ പരിശീലനം നൽകുന്നു, പക്ഷെ അല്ലേ അതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അല്ലെ, എന്നും ദർശനം, ഇപ്പൊ ഗുരുവായൂരപ്പനെ എന്നും ദർശനം കിട്ടിയാലും നമ്മൾ പറയും ദർശനം എന്ന് പറയും. എന്നാലും അങ്ങനെ അത്രയും വലിയ ദർശനമായിട്ടൊന്നും ഇത് കണക്കാക്കണ്ട. ഓക്കെ, മുന്നോട്ട് പോവാണേ. താഴെ പറയുന്ന നെറ്റ് സമ്മതിക്കില്ല. ഓക്കെ, യെസ്, മര്യാദകൾക്ക് നെറ്റിന്റെ കാര്യത്തിൽ ചില കാര്യത്തിലേക്ക് ഇപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഇത് വരാറുണ്ട്. വൈഫൈ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ ടൗണിലാണെന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ ഇടയായിട്ട് അതായത് 5Gയിലേക്ക് മാറിയപ്പോൾ ഉള്ള കുഴപ്പമാണെന്ന് പറയുമ്പോൾ കുറെ നേരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരിയൊക്കെ കറങ്ങും. ഓക്കെ, താഴെ പറയുന്നവയാണ് ആസ്തിക ദർശനവും അവയുടെ പരമാചാര്യം. അപ്പൊ ആസ്തിക ദർശനം, നാസ്തിക. അപ്പൊ നമ്മൾ ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 9 ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങളല്ല, ശരിക്കും 9 ദർശനങ്ങൾ. പക്ഷെ വേദത്തെ ആധാരമാക്കിയിട്ടുള്ളവർ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ആക്കിയിട്ടുള്ള അവർ 6 എണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഷഡ്ദർശനം എന്ന് പറയുന്നത്. ശരിക്കും ദർശനങ്ങൾ 9 എണ്ണം. ശരിക്കും അങ്ങനെയല്ലേ പറയേണ്ടത്. ആസ്തികരെന്നും നാസ്തികരെന്നും മാറിയത് കൊണ്ട് ദർശനം അല്ലാതാവുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 9 ദർശനങ്ങൾ, നവദർശനങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതിനു പകരം ഷഡ്ദർശനങ്ങൾ. അപ്പൊ വേദത്തെ അംഗീകരിക്കുന്നവരെ മാത്രമേ ഇതിൽ കൂട്ടിയുള്ളൂ എന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത്, 6 ദർശനങ്ങൾ. അപ്പൊ ഇതാണ് താഴെ പറയുന്നവയാണ് ആസ്തികത. അപ്പൊ വേദത്തെ പ്രമാണമായി വിശ്വസിക്കുന്ന 6 ദാർശനികരുണ്ട്. ആ ദാർശനികർ എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരും ആരാണോ അത് എഴുതിയത് അവരുടെ കാര്യമാണ് ഇതിന്റെ താഴെ കൊടുക്കുന്നത്. ഓക്കെ, പറയട്ടെ. ഒന്ന് ന്യായം. ഇതിന്റെ അർത്ഥങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയില്ല, കാരണം പിന്നീട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. ഒന്ന് ന്യായം. ന്യായദർശനം എഴുതിയിട്ടുള്ളത് ഗൗതമ മഹർഷിയാണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഒന്ന് ന്യായം. ന്യായം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അത് തന്നെ, ന്യായാധിപൻ. ന്യായാധിപൻ എന്തായിരിക്കും? ന്യായമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, സത്യസന്ധമായ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണ് സത്യം, ഏതാണ് അല്ലാതെ ന്യായം എന്ന് പറയുമ്പോൾ കോടതിയിൽ രണ്ടുപേരെ വിളിച്ചു ചേർത്തിട്ട് ഇവന്റെ ഭാഗത്ത് ന്യായം, നിന്റെ ഭാഗത്ത് ന്യായമില്ല, നിന്നെ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇതാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ന്യായമായിട്ടും ഉള്ളിൽ കയറും. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ന്യായം എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ കോടതിയിൽ രണ്ടുപേരെ വെച്ചിട്ട് ഒരുത്തന്നെ തൂക്കിക്കൊന്നു. ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ. ആ ന്യായമല്ല. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശരിയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല, ഇത്രയേ ഉള്ളൂ അവിടെ. അല്ലാണ്ട് കോടതി മുറി അല്ല ന്യായം എന്ന് പറയും. ഓക്കെ, ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളതാണ് ഗൗതമ മഹർഷി. ഓക്കെ, അതുപോലെ തന്നെ വൈശേഷിക ദർശനം ഇത് എഴുതിയിട്ടുള്ളത് കണാദൻ എന്ന് പറയും. കണം എന്ന് പറഞ്ഞ ആറ്റം. അപ്പൊ അന്നേ ആറ്റം, ഒരു കണം എന്ന് പറയില്ല, ആറ്റം. അപ്പൊ അന്നേ മുതലുണ്ട് കണാദൻ എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, വൈശേഷികം, വിശേഷപ്പെട്ടതെന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ അവിടുത്തെ സാങ്ക്യ ദർശനം ആരെഴുതിയത്? കപില മഹർഷി. സാങ്ക്യ ദർശനം നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചതാണ്, ഇനിയും പഠിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബുക്കിൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ കേട്ടോ. സാങ്ക്യ ദർശനം എഴുതിയത് കപില മഹർഷി. ഓക്കെ, സാങ്ക്യം എന്ന് പറഞ്ഞാൽ സംഖ്യയുമായി ബന്ധപ്പെട്ട്, സംഖ്യകളുമായി ബന്ധപ്പെട്ടത് 25 തത്വങ്ങൾ. ഈ ഭൂമി ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, ഭൂമിയല്ല, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന 25 തത്വങ്ങൾ ചേർന്ന്, ആ 25, 1, 2, 3, 4 ആ സംഖ്യകളെ കുറിച്ച് പറയുന്നതാണ് സാങ്ക്യ ദർശനം. ഓക്കെ, അടുത്തത് യോഗ ദർശനം. അപ്പം ശരിക്കും പറഞ്ഞാൽ യോഗ ദർശനത്തിന്റെ
അപ്പൂപ്പൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാങ്ഖ്യദർശനം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ അടുത്താണ് യോഗ ദർശനം. യോഗ ദർശനം എഴുതിയ ആരാ? പതഞ്ജലി മഹർഷി. ഓക്കെ. അടുത്തതാണ് പൂർവ മീമാംസ. മീമാംസ എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം എന്നൊക്കെ, വിമർശനം എന്നങ്ങോട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങ് മനസ്സിലാക്കാൻ ആ വാക്ക് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പൂർവമാംസ. പൂർവം എന്ന് പറഞ്ഞാൽ എന്താ? പൂർവം. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പൊ മുന്നിൽ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ പൂർവ മീമാംസ ജൈമിനി മഹർഷിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ അധികം പറയാതെ പോകുന്നത്. ജൈമിനി മഹർഷിയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉത്തര മീമാംസ, മനസ്സിലായി? അതുപോലെ തന്നെ ഉത്തര മീമാംസ അത് എഴുതിയിട്ടുള്ള വേദവ്യാസൻ. ഓക്കെ, യെസ്, ക്ലിയർ ആയി. അപ്പൊ 6 ഷഡ്ദർശനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 3 കൂടെ ഉണ്ട്. അത് നാസ്തികരുടെ ദർശനങ്ങളാണ്. അതാണ് താഴെ കൊടുത്തത്. നാസ്തിക ദർശനങ്ങളും അവയുടെ ആചാര്യന്മാർ താഴെ പറയുന്നു. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കാം. ചാർവാക ദർശനം, ചാർവാകൻ എഴുതിയ ബൃഹസ്പതി, ചാർവാക ദർശനം ബൃഹസ്പതി. അതുപോലെ തന്നെ ജൈന ദർശനം. ആ ജൈന ദർശനം ആണ് ഋഷദേവൻ, മനസ്സിലായി? ഋഷദേവൻ. ജൈനമതം എന്ന് കേട്ടല്ലേ? അത് തന്നെ സംഭവം, അത് തന്നെ കേട്ടോ, അതാണ് സംഭവം. അതുപോലെ തന്നെ ബൗദ്ധം. ആരാണ്? സിദ്ധാർത്ഥ ഗൗതമൻ. ഗൗതമ മഹർഷിയാണ്, അല്ലെങ്കിൽ ബുദ്ധനാണ്. അതിന്റെ ബുദ്ധമതം അത് തന്നെയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. അവര് വേദത്തിനെ അംഗീകരിക്കുന്നില്ല. ജൈനമതവും ബുദ്ധമതവും വേദത്തെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എടുത്ത് ഇപ്പോ നമ്മുടെ ധ്യാനത്തിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ വേദത്തിലാണെങ്കിൽ പോലും അവരതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ബുദ്ധന്മാര് മെഡിറ്റേഷൻ, പക്ഷെ അവരുടെ തിയറി അവരുടെ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ എഴുതി. പക്ഷെ മുമ്പുണ്ടായിട്ടുള്ളത് ഇതാണ്, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവര്. പക്ഷെ അവർ പറയുന്നു ഞങ്ങൾ വേദത്തെ അംഗീകരിക്കുന്നില്ല, ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്നല്ലാട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വേദത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള തിയറി ഉണ്ട്, അതിനെയാണ് അംഗീകരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആ പേജിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകല്ലേ? വായിക്കട്ടെ? റെഡി അല്ലേ? യെസ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എല്ലാ വാക്കുകളിലും അർത്ഥമുണ്ട്, ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ദൃശ്യതേ അനേന ഇതി ദർശന, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട. ആസ്തികര്, നാസ്തികര്, പിന്നെ ഈ 6 ഷഡ്ദർശനങ്ങൾ, അതുപോലെ തന്നെ 3 നാസ്തിക ദർശനങ്ങൾ. അപ്പൊ 6 ആസ്തിക ദർശനവും 3 നാസ്തിക ദർശനവും ഓർത്തു. ഓക്കെ, യെസ്. എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുന്നോട്ട് പോവാണേ. ഇച്ചിരി ബോറിംഗ് ആണ്, എന്നാലും ഞാൻ പരമാവധി റെഡിയാക്കാൻ നോക്കാം. ഭവാൻ ചേച്ചി സ്വീറ്റ് മോർണിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കടുകട്ടിയുള്ള കടിച്ചാ മുറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ചേച്ചി സ്വീറ്റ്. ഓക്കെ, തുടങ്ങാണേ. ഭാരതീയ ദർശനങ്ങളെ ആധുനികാർത്ഥത്തിലുള്ള ഭൗതികവാദമെന്നും ആത്മീയവാദമെന്നും കൃത്യമായി വേർതിരിക്കാനാവില്ല. ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഭാരതീയ ദർശനങ്ങൾ, ഇതാണ് ഈ ഷഡ്ദർശനങ്ങളാണ് ഭാരതീയ ദർശനങ്ങളെ ആധുനികാർത്ഥത്തിലുള്ള ഭൗതികവാദമെന്നും ആത്മീയവാദമെന്നും കൃത്യമായി വേർതിരിക്കാനാവില്ല. രണ്ടിന്റെയും അംശങ്ങൾ എല്ലാ പ്രധാന ദർശനങ്ങളിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പറയും, ഇപ്പൊ ആധുനിക സയൻസും അതുപോലെ തന്നെ ആത്മീയ സയൻസും ഞാനും തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആധുനിക സയൻസ് എന്ന് പറയും ഇപ്പൊ ഒരു ശാരീരിക കാര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ MBBS പഠിക്കുന്ന ആ സംഭവമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആത്മീയ സയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ആത്മാവിൽ നിന്ന് എന്ത് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ ഒന്ന് ഈ പറഞ്ഞ പുരാതന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സയൻസും ഒന്ന് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ സയൻസ്. എന്നാൽ ഇതിൽ പറയുന്നത് ഭൗതികവാദം, ആധുനികത എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭൗതികവാദമെന്നും ആത്മീയവാദമെന്നും കൃത്യമായിട്ട് വേർതിരിക്കാനാവില്ല. ഇതിൽ നമ്മളിത് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കണാദൻ എന്ന് പറഞ്ഞപ്പോൾ കണത്തിനെ കുറിച്ച്, ആറ്റത്തിനെ കുറിച്ചൊക്കെ അന്നത്തെ കാലത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് മാത്രമല്ല, അന്നത്തെ കാലത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാം അത് ഈ ഭൗതികവാദത്തെ കുറിച്ചിട്ടല്ലേ പറയുന്നതെന്ന് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് ഭൗതികവാദമല്ല, അത് ആത്മീയവാദത്തിലുള്ള ഭൗതികതയാണ്. ഭൗതികവാദം എന്ന് പറഞ്ഞാൽ, ഭൗതികം എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ് പറയും, എല്ലാവരും ഈ വാക്കൊക്കെ പറയുമെങ്കിലും നമുക്ക് ഇതിന്റെ അർത്ഥം, ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ. ഇപ്പൊ ഈ ബിൽഡിംഗ് ഇത് ഒരു ഭൗതിക വസ്തുവാണ്. ഈ കാണുന്ന TV അതൊരു ഭൗതിക വസ്തുവാണ്. ആ ഭൗതിക വസ്തു എന്താ സംഭവിക്കുക? ആ ഭൗതിക വസ്തുക്കൾ, അതിനെയാണ് ഭൗതികം. അതായത് മനുഷ്യനിർമ്മിതമായ സാധനങ്ങളെ എല്ലാത്തിനും നമുക്ക് ഭൗതികം എന്ന് പറയാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഭൗതികവാദം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളെ, ആ ഭൗതികവാദങ്ങളും പിന്നെ ആത്മാവിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇതാണ് ശരി, ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹം കിട്ടും എന്ന് പറയുന്ന ആ ആത്മീയത, അതും രണ്ടും ഒന്ന് തന്നെയാണ്.
ഇവിടെ നമ്മൾ എന്താണ് പറയാ, മെഡിസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അസുഖം മാറ്റുന്നു, മറ്റോടെ നമ്മൾ പ്രാർത്ഥനാ രൂപത്തിൽ ചെയ്തിട്ട് അത് എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പൊ ഇവിടെ പറയുന്ന ഈ ദർശനങ്ങളിൽ ഈ സയൻസ് ഉണ്ടോന്ന് വെച്ചാൽ സയൻസ് ഉണ്ട്, എന്നാൽ ആത്മീയത ഉണ്ടോന്ന്, ഈ നമ്മൾ പറയുന്ന ആത്മീയത അതുണ്ടോന്ന് വെച്ചാൽ രണ്ടും ഉണ്ട്. ഈ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ ദർശനങ്ങളിൽ, ഇപ്പൊ പറഞ്ഞ ഷഡ്ദർശനങ്ങളിൽ അല്ലെങ്കിൽ നവദർശനങ്ങളിൽ 9 ദർശനങ്ങളിലും ഈ പറഞ്ഞ ആധുനികതയുടെ അംശമുണ്ട്, അതുപോലെ തന്നെ പുരാതനത്തിന്റെ അംശമുണ്ട്. രണ്ടും കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ഇത് മൊത്തം പുരാണാണെന്നും അല്ലെങ്കിൽ ഇത് മൊത്തം ആധുനികമാണെന്നും പറയാൻ പറ്റില്ല. രണ്ടും കൂടിച്ചേർന്നതാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ഈ പറഞ്ഞ ഷഡ്ദർശനങ്ങളിൽ രണ്ടും ഉൾപ്പെട്ടതാണ്. ആധുനികതയും ഉൾപ്പെട്ടിട്ടുണ്ട്, പുരാതന കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? അതാണ് രണ്ടിന്റെയും അംശങ്ങൾ എല്ലാ പ്രധാന ദർശനങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഭൗതികവാദം അല്ല, ഭൗതികതയും ആത്മീയതയും ഇതിൽ രണ്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. എല്ലാത്തിലും, അതായത് നാസ്തികതയിലും ആസ്തികതയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, യെസ്. ഭൗതിക ശരീരം ഇനി അത് ഭൗതിക ശരീരത്തിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. സ്വയം മൂവ് ചെയ്യാത്തത്, സ്വയം ചലിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭൗതിക ശരീരം എന്നത്. അത്രയും നാൾ ഇത് സ്വന്തമായിട്ട് ചലിച്ചുകൊണ്ടിരുന്ന ഒരു ശരീരം. ഇനി അത് ശരീരം തന്നെ ചലിക്കില്ല, വേറൊരാളുടെ ഹെൽപ്പ് ഉണ്ട്. നമ്മൾ അതും കൂടി, ഇപ്പൊ ഞാൻ ടി വി എന്ന് പറഞ്ഞു, വീട് എന്ന് പറഞ്ഞു. ടി വി തന്നെ ചലിക്കില്ല, വീട് തന്നെ ചലിച്ചു പോവില്ല, ഇവിടെ ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റുകളൊന്നും തന്നെ ചലിക്കില്ല, ഈ മരിച്ചുപോയ ശരീരം തന്നെ ചലിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭൗതിക ശരീരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആസ്തികൻ എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അർത്ഥം പറയാം. ആസ്തികൻ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം ഉള്ളവൻ. നാസ്തികൻ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി എന്ന നിലയിലും ഇന്ന് പ്രയോഗിച്ച് കാണാറുണ്ട്. ആണോ? അവിടെ പ്രയോഗിച്ച് കാണാറുണ്ട്, അങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രയോഗിച്ച് കാണാറുണ്ട്. അത് അവരവരുടെ വാദങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നതാണ്. അത് ശരിയായ രീതിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, നോക്കാം. ഇത് പൂർണ്ണമായും ശരിയല്ല. പൂർണ്ണമായും ശരിയല്ല. എന്ത് ചെറിയ ശരികളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ശരിയല്ല. അത് നോക്കാം എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള പ്രപഞ്ച സൃഷ്ടാവായി ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ഒരു ഈശ്വരനെ മിക്ക ദർശനങ്ങളും അംഗീകരിക്കുന്നില്ല. എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്ന് വേദാന്തം പറയുന്നത്, എന്നാൽ ബ്രഹ്മം ഈശ്വരനല്ല. വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ചില ഭാഗങ്ങൾ, സംഭവം എത്രയാണ്. അതായത് നോക്കൂ, ശരിയല്ല എന്ന് പറയും. നാം ധരിക്കുന്ന അർത്ഥത്തിൽ പ്രപഞ്ച സൃഷ്ടാവായി ഉന്നതങ്ങളിൽ വിചാരം, അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണെന്നാണ് നമ്മൾ പറയുക. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് മിക്ക ദർശനങ്ങളും അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് ആരും ഇതിലുള്ള ഭൂരിഭാഗം ദർശനങ്ങളും അംഗീകരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ദർശനങ്ങളെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ വിശ്വസിക്കുന്നവരാണ് ആസ്തികരെന്ന് നമുക്ക് പറയാനുള്ളത്. ചില ഗ്രന്ഥങ്ങളിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈശ്വരനാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചിലവര് ഈശ്വര വിശ്വാസിയും നിരീശ്വര വിശ്വാസിയും എന്ന് പറയുന്നതിന്റെ കാരണം. മനസ്സിലായില്ലേ? ആസ്തിക ദർശനം ഈശ്വര വിശ്വാസമുള്ളതാണ്, മറ്റേ ഈശ്വര വിശ്വാസം അല്ലാത്തതിന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈശ്വരൻ, എന്നാൽ ഭൂരിഭാഗം ഇപ്പൊ 90% പറയുന്നു ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈശ്വരനാണെന്ന കോൺസെപ്റ്റ് അവരെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വേദത്തെ അംഗീകരിക്കുന്നവരും വേദത്തെ അംഗീകരിക്കാത്തവരും, ഈശ്വരനെ അംഗീകരിക്കുന്നവരും ഈശ്വരനെ അംഗീകരിക്കാത്തവരും എന്നല്ല അവിടെ അർത്ഥമാക്കേണ്ടത്, വേദത്തെ. അത് തന്നെയാണ് ഇവിടെ ഉറപ്പിക്കുന്നത്. ഓക്കെ, വേദാന്തം നോക്കൂ, എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്നാണ് വേദാന്തം പറയുന്നത്. വേദാന്തം പറയുന്നു എല്ലാം ബ്രഹ്മത്തിൽ നിന്നും. അടുത്ത ലൈൻ നോക്കിക്കോളൂ, എന്നാൽ ബ്രഹ്മം ഈശ്വരനല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വരനല്ല. മനസ്സിലായി? അപ്പൊ പിന്നെ ആത്മാവാണെങ്കിൽ വേണമെന്ന് പറയാം. ഓക്കെ, മനസ്സിലാൻ വേണ്ടി പറഞ്ഞോളൂ. വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുക്കളിൽ നിന്നും ചില ഭാഗങ്ങൾ, വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നത് കൊണ്ട് മാത്രം വേദത്തെ സമ്പൂർണമായി ആസ്തികർ എന്ന പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ദർശനങ്ങൾ അംഗീകരിക്കുന്നു എന്ന അർത്ഥമാക്കിയോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു 10% ഈ പറഞ്ഞ ഈശ്വരനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ട്, 90% വിശ്വസിക്കുന്നില്ല. ആ ഒരു 10% ഉള്ളത് കൊണ്ട് ആണ് ചില സമയങ്ങളിലെങ്കിലും ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ് ആസ്തികരെന്ന് പറയുന്നതിന്റെ കാരണം. അതാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഭാരതീയ ദർശനങ്ങളെ അടുത്തറിയാതെയുള്ള പട്ടികപ്പെടുത്തലുകൾ യുക്തിക്ക് നിരക്കുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളിലേക്ക് എത്തിയത് ഈ വേദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതായത് സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നമ്മളിലേക്ക് വന്നപ്പോഴാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക് ശരിയായ അർത്ഥത്തിലല്ല അവർ
ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അർത്ഥവ്യത്യാസം വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഭാരതീയ ദർശനങ്ങളിൽ ചാർവാകർ ഒഴിച്ചുള്ള എല്ലാവരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇതില് ചാർവാകത്തിന്റെ അർത്ഥം ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അവരെ ഒഴികെ എല്ലാവരും പുനർജന്മത്തിൽ. അപ്പൊ ബാക്കി നാസ്തികരെന്നും ഇപ്പൊ ബുദ്ധനും ജൈനനും ഒക്കെ പുനർജന്മം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ബൗദ്ധർ ഒഴിച്ചുള്ളവരും ആത്മാവിൽ അസ്തിത്വം അംഗീകരിക്കുന്നു. അപ്പൊ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പുനർജന്മത്തിൽ ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബുദ്ധൻ അവര് പറയുന്നു ആത്മാവിന്റെ അസ്തിത്വം, ആത്മാവ് ഉണ്ട് എന്നുള്ള അവര് വിശ്വസിക്കുന്നില്ല. ഇനി ബൗദ്ധർ നിഷേധിക്കുന്നില്ല. അവരതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു വെച്ചാൽ എന്നാൽ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ നിഷേധിക്കണമെന്നില്ല, ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ ഞങ്ങൾ അത് അംഗീകരിക്കും. അങ്ങനെ അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അവിടെ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിതാക്കൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ്തികർ എന്ന് പറഞ്ഞാൽ വേദത്തെ അംഗീകരിക്കുന്നവരും നാസ്തികർ എന്ന് പറഞ്ഞാൽ വേദത്തെ അംഗീകരിക്കാത്തവരും. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരനോ ദൈവമോ ആയിട്ട് യാതൊരു ബന്ധം അവിടെ കൊടുത്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, യെസ്. ശരി, ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചേരം കേട്ടിട്ട് ഒന്നും മനസ്സിലാവുണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റുവാനുള്ള സാധ്യത. അപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ കുറച്ച് നാളും കൂടി എടുക്കേണ്ടി വരും. കാരണം കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും. അപ്പൊ ചിലപ്പോൾ ഇത് കേൾക്കാൻ കിട്ടിയില്ല എന്ന് പറയും. ഇപ്പൊ നമ്മള് ഭഗവത്ഗീത ചാൻഡിങ് നടത്തുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ആ ചാൻഡിങ് കേൾക്കാം. കാരണം ശരി വരുന്ന സൈക്കോ സയൻസ് ആണ്, സൈക്കോ എന്ന് പറഞ്ഞാൽ മറ്റേ സൈക്കോ അല്ല, മാനസിക ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യോഗാശാസ്ത്രം എന്ന് പറയുമെങ്കിൽ മാനസിക ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത. ഇന്നസെന്റ് ആയിട്ട് നമ്മൾ അതങ്ങനെ കേട്ടിരുന്നത് നമ്മുടെ മനസ്സിലേക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെന്നു കൂടും. അപ്പൊ നമ്മൾ ഈ ചാൻഡിങ് നടത്തുമ്പോൾ വളരെ കുറച്ച് ആളുകളെ ഈ ചാൻഡിങ്ങിൽ, എനിക്ക് 10, 15, 20 പേരൊക്കെ ആ ചാൻഡിങ്ങിൽ വരാറ്. ബാക്കിയുള്ള അതൊന്നും എനിക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നത്. നമ്മൾ അതിലേക്ക് പതുക്കെ ഇൻവോൾവഡ് ആവുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ചാൻഡിങ്ങിൽ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ചാൻഡിങ് എനിക്കൊന്നും മനസ്സിലാക്കിയിട്ടല്ല. പക്ഷെ എന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 700 ശ്ലോകങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളുള്ളത്. ആ 700 ശ്ലോകങ്ങൾ ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലി, സംസ്കൃതത്തിൽ തന്നെ ഞാൻ ചൊല്ലി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. ഇപ്പൊ 4 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. 18 അധ്യായങ്ങളാണുള്ളത്. അതിൽ 4 അധ്യായങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇനി 14 ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് ഓഫർ ചെയ്യണം, 14 അധ്യായങ്ങളെങ്കിലും നിങ്ങൾ വായിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ ചാൻഡിങ് വളരെ മനോഹരമായിട്ടാണ് കീർത്തനാജ് നമുക്ക് ചൊല്ലി തരുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല എത്ര നന്നായിട്ട് ചൊല്ലി തരുന്ന വേറെ ആരും നമ്മുടെ ഗ്രൂപ്പിലുണ്ടെന്നല്ല, ഞാൻ ഇതിൽ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതി, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ചാൻഡിങ്ങാണ്. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ അവിടെ ചാൻഡ് ചെയ്ത അതേ ടോണിലാണ് ഇവിടെ. അപ്പൊ എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് അതിനോട്. പക്ഷെ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മളത് വായിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ചൊല്ലുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭഗവത്ഗീത ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഞാൻ വായിച്ചു. അത് ഏത് മതസ്ഥൻ, ഞാൻ മതമൊന്നും അവിടെ എന്റെ മുമ്പിൽ മതമൊന്നും ഒരു ബാറില്ല. മതവും ജാതിയൊക്കെ ഇപ്പൊ എന്നോട് ആരെങ്കിലും ജാതി ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയാറില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല, മതം പോലും പറയാറില്ല. പക്ഷെ എന്റെ പേര് കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ നെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാറുണ്ട്. അതിലൊന്നും എനിക്ക് വരാം. അപ്പൊ അതൊന്നും എന്റെ മുൻപിൽ നിൽക്കുന്നത് മനുഷ്യൻ എന്ന ആ ജീവിയായിട്ട് നിൽക്കുന്ന അതിലാണ് എനിക്ക് വരിക. അപ്പൊ ഗീത വായിച്ചു അല്ലെങ്കിൽ ബൈബിൾ വായിച്ചു. എന്റെ അടുത്ത് ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ബൈബിൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ വേറെ ആർക്കെങ്കിലും വായിക്കാൻ കൊടുത്തിട്ട് പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ ഇപ്പൊ ഖുറാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ഖുറാനാണ് എന്റെ അടുത്തുള്ളത്. അത് ഫുൾ ഖുറാൻ അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എനിക്ക് അവിടുന്ന് മറ്റേ ഹാഗിയ സോഫിയ അവിടെയല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ ചർച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞത്. ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് അവര് ഈ ഖുറാൻ എനിക്ക് ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നപ്പോ അവരെടുത്ത് എന്റെ കയ്യിൽ തന്നപ്പോ ഞാൻ അത് വാങ്ങിച്ചിട്ട് പോകാം. കാരണം നമ്മൾ എടുത്താലുള്ള കുഴപ്പം എനിക്കറിയില്ല, ഓരോരുത്തരും. അപ്പൊ ഞാൻ ആ ബുക്കിന്റെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോ അവരെടുത്ത് എന്റെ കയ്യിൽ തന്നപ്പോ ഞാനത് വാങ്ങിച്ചു. ഇവിടെ വളരെ സുരക്ഷിതമായിട്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല എനിക്ക്. എന്റെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ട്. ഇനി ബൈബിൾ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ എന്റെ ഉള്ളത് എവിടെയോ പോയി എന്നുള്ളതാണ്. എനിക്കതൊരു അച്ഛൻകുഞ്ഞ് തന്നതാണ്. അത് അച്ഛനായിട്ടില്ല, അതിന്റെ കുഞ്ഞ് എനിക്ക് തന്നതാണ്. അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ മനുഷ്യനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. ഞാൻ ജാതി മതങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല എന്നുള്ളതാണ്. എനിക്കതിൽ യാതൊരു വിശ്വാസമില്ല. അതൊക്കെ വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കുന്ന സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഭഗവത്ഗീത നമ്മൾ ചാൻഡ് ചെയ്യുന്നതിന്റെ കാരണം വെച്ചാൽ, ഞാൻ ചാൻഡ് ചെയ്യുന്നതിന്റെ കാരണം വെച്ചാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവത്ഗീത വായിച്ചു എന്നുള്ളതാണ്.
അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഗീതയെ കുറിച്ചിട്ട് ഒന്ന് അവലോകനം ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇതിന് മുമ്പ് പ്രാവശ്യമെങ്കിലും ഇത് ഫുള്ളൊന്ന് വായിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ട് ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും വന്നോളൂ, ഇത് ജോയിൻ ചെയ്താൽ. ഓക്കെ, ഇനി അടുത്ത കുറച്ചും കൂടി കാര്യമുള്ള കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതാണ് കുറെ വാക്കുകളാണ്, കേട്ടിട്ടുള്ള വാക്കുകളാണ്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളുടെ അർത്ഥമൊക്കെ ഇതാണോ എന്ന് നമുക്കറിയില്ല. ആ വാക്കുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ വായിക്കുകയാണ്. ശാസ്ത്ര ചർച്ചയിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ഇതിന്റെ ചർച്ചയിലേക്ക് കിടക്കാണ്, ഒഴിവാക്കാനാവാത്ത ചില പ്രാഥമിക സാങ്കേതിക സംജ്ഞകളുണ്ട്. നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ വേർഡുകൾ, അതാണ് അതിനെ പറ്റി പറയുന്നത്. ഇത്തരം വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ പറയാൻ പോകുന്ന വാക്കുകൾ, ഇനി കുറച്ച് വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചില കേൾക്കാത്തായിരിക്കും. ആ കേട്ട വാക്കുകളുടെ അർത്ഥം, ഇപ്പൊ നേരത്തെ ഭൗതികം എന്ന് പറഞ്ഞു. ഭൗതികം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്, നമ്മളും ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഭൗതിക ശരി എന്താ അർത്ഥം നമുക്കറിയില്ല. അപ്പൊ ആ അർത്ഥം കൊണ്ടും കിട്ടി, ആഹാ കൊള്ളാം, ഇപ്പൊ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ട്, ബോധം തെളിഞ്ഞു വരുന്നത്. അതുമാതിരി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സൂത്രം, ഭാഷ്യം, വ്യാഖ്യാനം, കാരിക എന്നീ പദങ്ങളാണ് ഇതിൽ പ്രധാനം. അവയ്ക്ക് നിയതമായ അർത്ഥമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വാക്കുകൾ നമുക്കെല്ലാം ഒന്ന് തന്നെ, സൂത്രവും ഭാഷ്യവും വ്യാഖ്യാനവും കാരികയും എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ്. പക്ഷെ എല്ലാത്തിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വായിച്ചു വരുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാവും, എല്ലാം ഏകദേശം ഒന്നുപോലെ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. സൂത്രം, നമ്മുടെ കയ്യിലുള്ള സൂത്രത്തെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറെ സൂത്രങ്ങൾ, ആ സൂത്രം നമ്മൾ ആവശ്യ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടത്ത് ചീറ്റിപ്പോവും, ചിലയിടത്ത് സക്സസ് ആവും. ചീറ്റുന്നിടത്ത് നമ്മൾ ചൂളിപ്പോവും, അല്ലാത്തടത്ത് രാജാവായിട്ട് നിൽക്കും. ഇതാണ് അതിന്റെ ആ സൂത്രം. ആ സൂത്രം അല്ല ഇവിടെ. നോക്കാം നമുക്ക് സൂത്രത്തെ കുറിച്ച് പറഞ്ഞില്ല. എന്താ ഇനിയും ചാൻഡിങ് ചെയ്യല്ല, തീർച്ചയായിട്ടും ഇനിയും ചാൻഡിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഒന്നെന്താ വെച്ചാലേ, ഒന്നൊരു സംസ്കൃതം നമ്മൾ കൈകാര്യം ചെയ്യണം. ആ ബോധം നമ്മുടെ ഉള്ളൂ, അയ്യോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അത് നമുക്ക് ആ ഒരു ബോധം നമ്മൾ, പിന്നെ നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഭഗവത്ഗീത ഒന്ന് പഠിച്ചായിരുന്നു, അതിന്റെ മെയിൻ ചാൻഡിങ്ങുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഇതിലുണ്ട് എന്നുള്ളത്. കീർത്തനയുടെ മുമ്പിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒന്നുമല്ല ഉണ്ട്, കാരണം കീർത്തനൊക്കെ എന്ത് ഭംഗിയായിട്ട് ആ സംസ്കൃത വാക്കുകൾ ഇങ്ങനെ വേർതിരിച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മളൊന്നും ഒന്നുമല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, അതായത് ഈ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഹയർ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാലോ ഹിന്ദി പഠിച്ചാലോ വേറെ ഏതെങ്കിലും പഠിച്ചാലോ വാക്കുകൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് ഇതിന്റെ. നമ്മൾ സംസ്കൃതം ചൊല്ലുന്ന ഒരാളുടെ അടുത്ത്, ഒരു ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളുടെ അടുത്ത് ആദ്യം നമുക്കൊരു ബഹുമാനമൊക്കെ തോന്നി, പിന്നെ പറയാം ഇതൊക്കെ ഞാനും വിചാരിച്ചാലും എനിക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ സംസ്കൃതം നന്നായിട്ട് ചൊല്ലുന്ന ആളുടെ അടുത്ത് നമുക്ക് എന്നും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. കാരണം ഇതൊരു പുലിയാണ്, നമ്മൾ എങ്ങനെ ഇട്ട് പണിതാലും നമുക്ക് കിട്ടാത്തൊരു സാധനമാണെന്നുള്ളത്. അത് മാത്രമല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറെ സാധനം അത് ഗംഭീരമാണ്, ഒരിക്കലും അവസാനിക്കാത്ത കുറെ സാധനങ്ങൾ. അതുകൊണ്ട് സംസ്കൃതമാണ് ശരിക്കും പഠിച്ചു വെക്കേണ്ടത്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സൂത്രത്തിലേക്ക് പോവാം. സൂത്രം, ഒരു ആശയത്തെ, എന്താണ് സൂത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ പതഞ്ജല യോഗ സൂത്രം, അതുകൊണ്ട് ആ സൂത്രം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതാണ് പറയുന്നത്. ഒരു ആശയത്തെ, ഒരു ഐഡിയയെ പരമാവധി ചുരുക്കി പറയാം. ഇപ്പൊ നമ്മള് ഗൂഗിൾ മീറ്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പറയും സംശയമുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറയും. വളരെ ചെറിയ വാക്കുകളിൽ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്, വളരെ വിശദമായിട്ട് 3 പേജും 4 പേജും വെച്ചിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് സൂത്രത്തിൽ പെടുന്ന വെച്ചാൽ സൂത്രത്തിൽ പെടില്ല. അപ്പൊ ദേ നോക്കൂ, ഒരു ആശയത്തെ പരമാവധി ചുരുക്കി പറയുന്നതാണ് സൂത്രം. അപ്പൊ സൂത്രം കയ്യിലുള്ളവൻ ഒറ്റ വാക്കുകൊണ്ട് ചോദ്യം ചോദിച്ചത്, അല്ലാത്തവൻ സൂത്രം കയ്യിലില്ലാത്തവൻ നീണ്ടു പോകും. മനസ്സിലായി? സൂത്രത്തിന്റെ ഒരു സ്വഭാവമാണ്, മൊത്ത സ്വഭാവം അല്ല പറഞ്ഞത്, ഒരു സ്വഭാവമാണ്. ഓക്കെ, പിന്നെന്താണ്, മിക്ക ശാസ്ത്ര തത്വങ്ങളും ഇങ്ങനെ ചുരുക്കി എഴുത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കുറെ വലിയ കാര്യമായിരിക്കും, അത് ചെറുതായിട്ട് ഇങ്ങ് പറഞ്ഞു. മനസ്സിലായി? അതാണ് യോഗയുടെ സൂത്രത്തിന്റെ ഒരു പ്രത്യേകത. യോഗ ചിത്ത വൃത്തി നിരോധ കഴിഞ്ഞു. യോഗയെ കുറിച്ചുള്ള ഡെഫിനിഷനെ കഴിഞ്ഞു, അല്ലെങ്കിൽ യോഗയെ കുറിച്ച് എന്താണോ നിങ്ങൾ പഠിക്കേണ്ടത്, യോഗ ചിത്ത വൃത്തി നിരോധ, ഇത് സൂത്രമാണ്. ഒരു സൂത്ര, ആ സൂത്രത്തിൽ എല്ലാം അടങ്ങിയിട്ടില്ല. ഇനി അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് അടുത്ത സൂത്രത്തിൽ വരുന്നത്. മനസ്സിലായി? അപ്പോ എന്താണ് യോഗ എന്ന് പറയണമെങ്കിൽ യോഗ ചിത്ത വൃത്തി നിരോധ കഴിഞ്ഞു, എല്ലാ അർത്ഥങ്ങളും അതിലുണ്ട്.
അതൊരു സൂത്രമാണ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണ് നിർവചനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിലെ ഒരു നിർവചനം കൊടുത്തിട്ട് ഞാനത് വായിക്കുന്നില്ല, അതിന്റെ താഴേക്ക് പോവാണ്. വളരെ കുറച്ച് അക്ഷരങ്ങൾ കൊണ്ട്, ആവശ്യമില്ലാത്ത അക്ഷരങ്ങൾ, വളരെ കുറച്ച് അക്ഷരങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. യോഗ, ചിത്ത, വൃത്തി, നിരോധം. കറക്റ്റ്, കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പൊ വളരെ കുറച്ച് അക്ഷരങ്ങളാണുള്ളത്. അതായത് ഒന്ന് ചുരുക്കി പറയണം, അതാണ് സൂത്രം. രണ്ടാമത് വളരെ കുറച്ച് വാക്കുകളെ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സംശയം വരാത്ത രീതിയിൽ പറയുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. യോഗ, ചിത്ത, വൃത്തി, നിരോധ. യോഗ എന്ന് പറഞ്ഞാൽ ചിത്തം, മനസ്സ്, വൃത്തി, പ്രവൃത്തി, നിരോധ, മനസ്സിന്റെ പ്രവർത്തികളെ നിരോധിക്കുന്നതാണ് യോഗ. ഇനി അതിൽ വേറൊരു ഒറ്റ വാക്കിലും ഒരു ആവശ്യമില്ലാത്ത ഒരു അക്ഷരം പോലും അതിലില്ല. മനസ്സിലായില്ലേ? അപ്പൊ വളരെ കുറഞ്ഞ അക്ഷരം കൊണ്ട് സംശയം വരാത്ത രീതിയിൽ അർത്ഥവത്തായി എല്ലാം പരിഗണിച്ച്, അർത്ഥവത്തായി എല്ലാ വാക്കുകളൊക്കെ അർത്ഥം ഉണ്ടാവണം. വെറുതെ ഉള്ള വാക്കുണ്ട്. ചെമ്മേ, നമ്മള് മലയാള പദ്യങ്ങളൊക്കെ എടുത്ത് ചെമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കില്ല. എന്താ അർത്ഥം? ഈ ഒരു വാക്കില്ല, വെറുതെ അവിടെ ഒന്ന് കൊള്ളിക്കാൻ വേണ്ടി. അങ്ങനെ വരാൻ പാടില്ല. വെറുതെ ഉള്ളൊരു വാക്ക് വരാൻ പാടില്ല. എല്ലാ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാവണം. അക്ഷരങ്ങൾക്ക് പോലും അർത്ഥം ഉണ്ടാവണം കേട്ടോ. എല്ലാം പരിഗണിച്ച് തടസ്സം വരാതെ, ഒരു തടസ്സം ഉണ്ടാവില്ല. അനർഗളം, നിർഗളം, ഒഴുകണം. ഓക്കെ, പറയാൻ യോഗ്യമായത് പറയുന്ന വാക്യത്തെ സൂത്രമാണ്. അപ്പൊ സൂത്രം ആവുന്നത് എങ്ങനെയാണ്? അതായത് വളരെ ചുരുക്കി പറയണം, എല്ലാ അക്ഷരങ്ങൾക്കും അർത്ഥം ഉണ്ടായിരിക്കണം, ഒരു ഡൗട്ടേ അതിന് തോന്നാൻ പാടില്ല. പിന്നെന്താണ്? വളരെ കുറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് പറയണം. ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ? ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൃത്യമായില്ലേ? അപ്പൊ സൂത്രം എന്താന്ന് മനസ്സിലായില്ലേ? ഇനി സൂത്രം പ്രയോഗിക്കുമ്പോൾ ആലോചിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന സൂത്രം എല്ലാത്തിനും, സൂത്രങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞോളണം. എല്ലാത്തിനും അർത്ഥങ്ങൾ ഉണ്ടാവണം, എല്ലാ വാക്കിനും അർത്ഥം ഉണ്ടാവണം, എല്ലാ അക്ഷരത്തിനും സ്ഫുടത ഉണ്ടാവണം. അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാവാനേ പാടില്ല. ഈ തിയറി ചേരുന്നതിനാണ് സൂത്രം. അതാണ് പതഞ്ജല യോഗ സൂത്രം. സൂത്ര രൂപത്തിൽ നാരദ ഭക്തി സൂത്രം. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി എന്താണ് വന്നിട്ടുള്ളത്? യോഗയിൽ വന്നതിന് ശേഷമാണ് സാൻസ്ക്രിറ്റ്. അതെ, നമ്മള് MSCക്ക് ഒരു പേപ്പർ ഉണ്ട്, റീന എഴുതിയെന്നാണ് പറഞ്ഞത്. റിസൾട്ട് വന്നോ ഞാൻ അത് വിട്ടുപോയി. അപ്പൊ അതില് നമ്മൾ പതുക്കെ പിച്ചു വെച്ച് അങ്ങ് തുടങ്ങാണ് സംസ്കൃതത്തിന്റെ. ഓക്കെ, സംസ്കൃതം ഒരു വേദഭാഷയാണെന്ന് കേൾക്കുന്നു, അല്ല ദേവഭാഷയാണെന്ന് കേൾക്കുന്നു. ദേവഭാഷ പല മീനിങ്ങുകൾ നമുക്ക് അതിനുണ്ട്. അതിന് ഒരു എന്താ പറയാ, ദേവന്മാർ സംസാരിച്ചിരുന്ന ഭാഷ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണാം. അല്ലെങ്കിൽ ഒരു വെറുതെ നമ്മളെ ഇതുകൾ പോലത്തെ അല്ല. സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിന് സംസ്കരിച്ചെടുത്തത്, സംസ്കൃതം, കൾച്ചർ, അതാണ് സാൻസ്ക്രിറ്റ് എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംസ്കരിച്ചെടുത്തത് എന്നർത്ഥം. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംസ്കാരമല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുക, വൃത്തിയാക്കുക. അതാണ് സംസ്കൃതത്തിന്റെ. ഒരു വൃത്തികെട്ട വാക്ക് നിങ്ങൾക്ക് സംസ്കൃതത്തിൽ കാണാൻ പറ്റില്ല. സംസ്കൃതത്തിൽ നമുക്ക് ഒരാളെ തെറി വിളിക്കാൻ പറ്റില്ല. ഇനി പുതിയതായിട്ട് ആധുനിക കാലത്ത് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. മനസ്സിലായോ? അതാണ് വൈദിക സംസ്കൃതം. അതാണ് ശരിക്കും ഒറിജിനൽ സംസ്കൃതം. ഇപ്പൊ പറയുന്ന സംസ്കൃതം ആ ഒറിജിനലാണെന്നല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. വൈദിക സംസ്കൃതം സംസ്കരിച്ചെടുത്തതാണ്, ക്ലീൻ ചെയ്തതാണ്, പ്യൂരിഫൈ ചെയ്തതാണ്, വൃത്തിയാക്കിയതാണ്. വൃത്തിയില്ലാത്ത ഒന്നും അതിൽ കാണില്ല. അതാണ് ആ സംസ്കൃതത്തിന്റെ. നമുക്ക് ഇംഗ്ലീഷിൽ തെറി പറയാം, മലയാളത്തിൽ തെറി പറയാം, ഹിന്ദിയിൽ തെറി പറയാം, സംസ്കൃതത്തിൽ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിന് വേദഭാഷ. ഓക്കെ, പിന്നെന്താ? വേദവാക്കല്ല, ദേവഭാഷ. മാത്സ് കണക്കിൽ സൂത്രങ്ങളില്ലേന്നാണ്. കണക്കിൽ സൂത്രം, ഞാൻ കണക്കിൽ വിദഗ്ധനല്ലാത്തതുകൊണ്ട് അതിനെ അധികം ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ, ആവശ്യമില്ലാത്തൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ മനസ്സിലായില്ല. ഓക്കെ, ഈ വലിയിൽ നിന്നും പൂക്കൾ ചെമ്മ, അങ്ങനെ എന്തോ, ചെമ്മ, യെസ്, അതാണ് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ വരാൻ പാടില്ല എന്ന്. ദേവനാഗിരി ലിപി ആണോ പക്ഷേ സംസ്കൃതം ഇതില് ഈ ശരിക്കും പറഞ്ഞ സംസ്കൃതം വൈദിക സംസ്കൃതമാണ് ഒറിജിനൽ. ഇപ്പൊ നമ്മുടെ വേദമൊക്കെ എഴുതിയിരിക്കുന്നത് വൈദിക സംസ്കൃത ഭാഷയിലാണ്. ഇപ്പൊ ആ സംസ്കൃത ഭാഷ കുറെ കൂടി ലളിതീകരിച്ചിട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അത് ഈ പറഞ്ഞ ദേവനാഗിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ലിപിക്ക് ഓരോ പേര് കൊടുത്തിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് വൈദിക സംസ്കൃതം അല്ലെങ്കിൽ ദേവനാഗിരി ലിപിയിൽ ആ ലിപി അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞ ഹിന്ദിക്ക് ലിപി ഇല്ല.
ഹിന്ദി ഭാഷയ്ക്ക് ശരിക്കും ലിപി ഇല്ല. ഹിന്ദി ഭാഷയ്ക്ക് എടുത്തിട്ടുള്ള ലിപി സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടില്ല, സ്വന്തമായിട്ടില്ല ഹിന്ദിക്ക്. പക്ഷെ ഹിന്ദി ശരിക്കും സംസ്കൃത അക്ഷരങ്ങൾ, അവിടുന്ന് അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഹിന്ദി എഴുതുന്നത്. ശരിക്കും ഹിന്ദിക്ക് ഇല്ല, സംസ്കൃതത്തിനുള്ള, സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഹിന്ദി ഉള്ളത്. അപ്പൊ ശരിക്കും ഒരു ഒരു ലിപി തന്നെയാണ്, മനസ്സിലായി, എല്ലാത്തിൻ്റെ ഈ ഭാരതീയ ഭാഷയുടെ ആ വ്യത്യസ്തമായ ഭാഷകളെ എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സംസ്കൃതം. നമുക്കത് നോക്കി അറിയാം മിക്കതും എല്ലാം സംസ്കൃതത്തിൽ. ഇപ്പൊ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡയാണെങ്കിലും മറാഠി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ബേസ് സംസ്കൃതമാണ് കേട്ടോ. ഓക്കെ, വായിക്കണേ. പതഞ്ജല യോഗ സൂത്രം, പതഞ്ജല സൂത്രം അങ്ങനെയാണ്. പതഞ്ജല സൂത്രം എന്ന് പറഞ്ഞാൽ പതഞ്ജലി ഉപദേശിച്ച സൂത്രം എന്നർത്ഥം. ഓക്കെ, പതഞ്ജല സൂത്രം എന്ന് പറഞ്ഞാൽ യോഗയെക്കുറിച്ച് പറയുന്ന സൂത്രം. ക്ലിയർ? അപ്പൊ യോഗയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പതഞ്ജലി മഹർഷി എഴുതിയതാണ് പതഞ്ജല യോഗ സൂത്രം. അപ്പൊ നിങ്ങൾ പതഞ്ജല യോഗ ദർശനം അത് വ്യാസൻ എഴുതിയതാണ്, അത് വ്യാഖ്യാനം. പതഞ്ജല യോഗ ദർശനം ബുക്ക് ഉണ്ടെങ്കിൽ അത് വ്യാസൻ എഴുതിയിട്ടില്ല. ഓക്കെ, പറയുന്ന സൂത്രം പാണിനീയ സൂത്രം എന്ന് പറഞ്ഞാൽ പാണിനിയാൽ വിരചിതമായ സൂത്രം, പാണിനിയാൽ രചിക്കപ്പെട്ട സൂത്രം എന്നർത്ഥം. വ്യാകരണ നിയമങ്ങളാണ് അതിൽ പ്രത്യേകം. അപ്പൊ വ്യാകരണങ്ങളെ കുറിച്ചാണ് പാണിനി എഴുതിയിട്ടുള്ളത്, അതാണ് പാണിനീയ സൂത്രം. ഒക്കെ സൂത്രം രീതിയിൽ ആവശ്യമില്ലാത്ത ഒന്നുമില്ല എന്നർത്ഥം. എല്ലാത്തിനും അർത്ഥമുണ്ട്, സംശയങ്ങൾ ലേശം ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, അതാണ് സൂത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആ സൂത്രം എന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തത് ഭാഷ്യം. ഇപ്പൊ അവസാനിപ്പിക്കാം, ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക. ഭാഷ്യം രചിച്ചു എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ ഭാഷ്യം രചിച്ചു? ഭാഷ്യം രചിച്ചതിന് മുമ്പ് നമുക്ക് വ്യാഖ്യാനം, അതിന്റെ തൊട്ട് താഴെ വ്യാഖ്യാനം കിടക്കുന്നു. വ്യാഖ്യാനം പഠിച്ചിട്ട് നമുക്ക് ഭാഷ്യം പഠിക്കും. എന്താണ് വ്യാഖ്യാനം? വ്യാഖ്യാനിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ട തമ്പുരാൻ വ്യാഖ്യാനിച്ചു എന്ന് പറയും. എന്താണ് വ്യാഖ്യാനം? സംസ്കൃത രചനകളിൽ ഗദ്യം വളരെ കുറവാണ്. സംസ്കൃത രചനകളെല്ലാം, വേദങ്ങളൊക്കെ പദ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഗദ്യം വളരെ കുറവാണ്. പദ്യ സാഹിത്യമാണ് ഏറെ, അത് പദ്യമാണ് കൂടുതൽ അർത്ഥം. ശാസ്ത്ര വിഷയങ്ങൾ പോലും പദ്യത്തിലാണ് അവതരിപ്പിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ കണാദ മഹർഷി, ആ കണങ്ങളെ കുറിച്ച് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലും പദ്യത്തിലാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ അതാണ് ഏറ്റവും. പദ്യങ്ങളാണെങ്കിൽ സുഖം, നമ്മൾ പാട്ടൊക്കെ പാടുന്ന സുഖത്തിൽ നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ച് ഉള്ളിൽ ഇരുന്നൊന്നുമില്ല. അപ്പൊ അതാണ് സുഖം. ഓർമ്മയിൽ പദ്യത്തിലായാലും ഗദ്യത്തിലായാലും വ്യാഖ്യാനം വേണ്ടി വരും. ഇനി പദ്യത്തിൽ ഇതിപ്പോ ഗദ്യത്തിലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ പദ്യമാണെങ്കിൽ അത്രയോടും മനസ്സിലാവില്ല. പദ്യത്തിലാണെങ്കിലും ഗദ്യത്തിലാണെങ്കിലും അതിന് വ്യാഖ്യാനം വേണ്ടി വരും, അർത്ഥങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. മനസ്സിലായി? അപ്പൊ അതിന് ഒരു വ്യാഖ്യാനം, അതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് മനസ്സിലാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ വ്യാഖ്യാനം. അപ്പൊ ഒരു ബുക്കിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് പറയും. ഇപ്പൊ ശ്രീശങ്കരാചാര്യ കുറേ ഉപനിഷത്തുകൾ എഴുതിയിട്ടുണ്ട്, വേദങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആക്കി തരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വ്യാഖ്യാനം. മനസ്സിലായി? നമുക്കത് മനസ്സിലാവുന്നില്ല, മനസ്സിലാവാത്ത കാര്യത്തിന് വേറൊരാൾ അത് എഴുതിയിട്ടുണ്ടാവും, വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറെ കൂടി മനസ്സിലാവും. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ എഴുതുന്നതാണ്. നോക്കൂ, പദച്ഛേദം, പദം പിരിച്ചു പറയുക. അതായത് മനസ്സിപ്പോ നമ്മുടെ കീർത്തന ക്ലാസ് എടുക്കുമ്പോൾ ഓരോ പദങ്ങളും നമ്മൾ മനസ്സിലാകാതെ അതൊന്ന് പിരിച്ചു പറയാം, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് തരും. ശരിക്കും പറഞ്ഞാൽ അത് വ്യാഖ്യാനിച്ചു തരിക എന്ന് പറഞ്ഞു. ഓക്കെ, പദത്തിന്റെ അന്വയം ഗദ്യത്തിലേതുപോലെ തന്നെ അർത്ഥബോധം ഉണ്ടാകാൻ പാകത്തിലെ പദങ്ങൾ ക്രമപ്പെടുത്തൽ. പദത്തിന്റെ അർത്ഥം, സമാസം, വിഗ്രഹാർത്ഥം എന്നിവ 5 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് വ്യാഖ്യാനം. അപ്പൊ ഈ പറയുന്ന നമുക്ക് മനസ്സിലാവാത്ത കാര്യത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടി കുറെ രീതിയിൽ ഇങ്ങനെ പദാനുപദം ചെറുതാക്കി കൊണ്ടുവരും. അങ്ങനെ പറയാം, മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് വ്യാഖ്യാനം. അപ്പൊ മനസ്സിലായി വ്യാഖ്യാനം എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇനി സൂത്രം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കി കൊള്ളണം. വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആക്കിയെന്ന് മനസ്സിലാക്കി കൊള്ളണം. ഓക്കെ, ഇനി ഭാഷ എന്താന്ന് നോക്കാം. സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ്. അപ്പൊ സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഭാഷ്യം. അപ്പൊ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരും. അപ്പൊ സൂത്രം, പതഞ്ജല യോഗ സൂത്രം, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ചു, നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവന്നു. അതിനാണ് ഭാഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഭാഷ്യം രചിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ഓക്കെ, വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരും. അത് കറക്റ്റ് അയാൾ പറഞ്ഞ അതിന്റെ അതേ രീതിയിൽ തന്നെയല്ല പറയുന്നത്, എന്റേതായ കോൺസെപ്റ്റിലേക്ക്. പക്ഷെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ അയാൾ എന്തോ പറഞ്ഞാൽ അത് അതേ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ചെറിയൊരു വ്യത്യാസം അവിടെ കിടക്കുന്നത്. അപ്പൊ ഭാഷ്യം എന്ന് പറയും ലളിതമായി ഭാഷ പദത്തിന് അർത്ഥം പറയാം. ഓരോ ഭാഷയിൽ ആ പദത്തിൽ ഓരോ ഭാഷയിലേക്കും അത് ലളിതമായി അർത്ഥമാക്കി തരും. സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പഠിതാവിന് സഹായിക്കുന്ന സൂത്രത്തെ വിശകലനം ചെയ്ത് പറയലാണ് ഭാഷ്യം. അത് നമുക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഭാഷ്യം.
സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിനുപരിയായി ഭാഷ്യാകാരന് സ്വന്തം അഭിപ്രായം വ്യക്തമാക്കുന്നതിനും ഓരോ സന്ദർഭത്തിലും ഉയർന്നു വരാവുന്ന പഠിതാവിന്റെ സംശയത്തിന് ദൂരീകരണം നടത്തുന്നു ഭാഷ്യത്തിൽ കണ്ടിട്ടുള്ള. അപ്പൊ ഭാഷ്യത്തിൽ എന്താ സംഭവിച്ചാൽ ഭാഷ്യം രചിച്ചു കഴിയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ എഴുതുന്ന ആൾക്കുണ്ടാവും. അപ്പൊ അതിനും കൂടി ഒരു എക്സ്പ്ലനേഷൻ അതിലുണ്ടാവും. ഓക്കെ, ഇതാണ്. അപ്പൊ നമുക്ക് ഭാഷ്യം എന്താന്ന് മനസ്സിലായി, വ്യാഖ്യാനം എന്താന്ന് മനസ്സിലായി, സൂത്രം ഏകദേശം ഒരു ധാരണ മതി. അപ്പൊ സൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ തിയറികൾ അതിലുണ്ടാവണം. അതൊക്കെയാണ് സൂത്രം. ഇന്ന എത്ര വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല, ആവശ്യമില്ലാത്ത വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല, കൃത്യമായിട്ടുള്ള അർത്ഥം ഉണ്ടാകണം, ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് സൂത്രം. ആ സൂത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതൊന്ന് വ്യാഖ്യാനിച്ചിട്ട് ഒന്നുകൂടി ലളിതമാക്കി തരികയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ. ഭാഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനപ്പുറത്തേക്ക് ഇനി ലളിതമാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഭാഷ്യം. ഓക്കെ, യെസ്, ഏകദേശം ക്ലിയർ ആയിട്ട് വരിക്കുന്നു. അടുത്തതാണ് കാരിക. എന്താണ് കാരിക നോക്കാം. ശാസ്ത്ര വിഷയങ്ങൾ വൃത്തനിബദ്ധമായി ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നതാണ് കാരിക. അപ്പൊ ശാസ്ത്ര വിഷയങ്ങളാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പദ്യങ്ങളായിട്ടാണ് വരുന്നത്. അതിനെ ഗദ്യരൂപത്തിലാക്കി അതായത് ശാസ്ത്ര വിഷയങ്ങൾ വൃത്തനിബദ്ധമായി അതായത് നേരത്തെ പറഞ്ഞ പദ്യങ്ങള് ചെറിയ ചെറിയ ശ്ലോകങ്ങളിലൂടെ ആക്കിയത്. അതായത് വലിയൊരു സംഭവത്തെ ചെറുതാക്കി നമുക്ക് കൊണ്ടുവരും. അതാണ്. എന്നാൽ അതിന്റെ വൃത്തത്തിലോ മറ്റു അലങ്കാരത്തിലോ ഒന്നും വ്യത്യാസമൊന്നും വരില്ല. അതായത് ശാസ്ത്ര വിഷയങ്ങൾ നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതിന്റെ വൃത്തവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും വ്യത്യാസം വരുത്താതെ ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നതാണ് കാരിക. ശ്ലോകങ്ങൾ അപ്പൊ ചെറിയ ചെറിയ ശ്ലോകങ്ങളായിട്ട് കൊണ്ടുവരും. ആ ശ്ലോകങ്ങളിലൂടെ അപ്പൊ പദ്യങ്ങളായിരുന്നത് ചെറിയ ശ്ലോകം എന്ന് പറഞ്ഞാൽ 4 വരികളിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് കൊണ്ടുവരുന്നതിനെയാണ് കാരിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സൂത്രം പഠിച്ചു, ഭാഷ്യം പഠിച്ചു, വ്യാഖ്യാനം പഠിച്ചു, കാരിക പഠിച്ചു. അപ്പൊ 4 കാര്യം. ഈ വാക്കുകൾ എപ്പോഴും മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ഇത് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് ബുക്കിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നല്ല സുന്ദരമായിട്ട് എഴുതിയിട്ടുണ്ട്, മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഇനി ലളിതമാക്കാൻ പറ്റില്ല. ഏകദേശം പിടികിട്ടിയിരിക്കുന്നു. അപ്പൊ ദർശനങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ ദർശനങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടോട്ടാലിറ്റി പറഞ്ഞ എന്താണ്? ദൃശ്യതേ അനേന, അതാണ് ദർശനം എന്ന് പറയുന്നത്. 2 ദർശനമുണ്ട്. ആസ്തിക ദർശനമുണ്ട്, നാസ്തിക ദർശനമുണ്ട്. ആസ്തികം എന്ന് പറഞ്ഞാൽ ഈ വേദത്തെ അംഗീകരിക്കുന്നവര്, നാസ്തികർ എന്ന് പറഞ്ഞാൽ വേദത്തെ അംഗീകരിക്കാത്ത. നിരീശ്വരവാദം എന്നോ യുക്തിവാദം എന്നോ ഇവിടെ അർത്ഥാക്കുന്നില്ല. ഇനി ഷഡ്ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയോ. ഷഡ്ദർശനങ്ങൾ വന്നിട്ടുള്ളത് ആദ്യം മറന്നുപോയല്ലോ. വന്നിട്ടുള്ളത് ന്യായം, വൈശേഷികം, സാഖ്യം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. അപ്പൊ 6 ഓർത്ത് വെച്ചോളണം. ഏതൊക്കെ ഓർത്ത് വെച്ചോളണം? ന്യായം ഓർത്ത് വെച്ചോ. ന്യായം വരും. ന്യായം വൈശേഷികം, വിശേഷപ്പെട്ട്. സാഖ്യം, സംഖ്യയുമായി ബന്ധപ്പെട്ട്. യോഗം, യോഗയുമായി ബന്ധപ്പെട്ട്. പൂർവമീമാംസ, ഉത്തരമീമാംസ. ഓക്കെ, അപ്പൊ അങ്ങനെ 6. അതുപോലെ തന്നെ നാസ്തികരായിട്ടുള്ളതിന്റെ 3 അത് ചാർവാകം, ജൈനം, അതുപോലെ തന്നെ ബൗദ്ധം. അങ്ങനെ 3. അപ്പം 9 ശരിക്കും ദർശനങ്ങള്. അപ്പൊ ആ ദർശനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് വാക്കുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളാണ് സൂത്രം, ഭാഷ്യം, വ്യാഖ്യാനം, കാരിക. ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ അടുത്ത പേജുകളിലൊക്കെ ഇത് ഒന്നും കൂടി ചെറുതാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സംശയം അനുസരിച്ച് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ അതും കൂടി ഒന്ന് വായിച്ച് ഉറപ്പാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി. ക്ലിയർ ആയിട്ടുണ്ട്, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇത് ക്ലിയർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യമില്ല, അത് മാത്രം നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ട് ഒന്നുകൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പിടിക്കും. അപ്പൊ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒരു 10 മണിയാകുമ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടും വെറുതെ എന്തൊക്കെയാന്ന് പഠിച്ചെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് തന്നെ ആലോചിച്ചാലേ ഇനി നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിട്ട് കളഞ്ഞാൽ പിന്നെ നിലനിൽക്കില്ല. ഒരു 10 മണിയാവും, 11 മണിയാവും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ, ഉച്ചയ്ക്ക് ഊണായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത്? ദർശനങ്ങൾ, ആസ്തികര്, നാസ്തികര്, ദൃശ്യതയെ അനേന. പിന്നെ ആസ്തികര്, നാസ്തികര്, വേദത്തെ വിശ്വസിക്കുന്ന പ്രമാണമായിട്ട് അംഗീകരിക്കുന്നവർ, അല്ലാത്തവര്. ആസ്തിക ദർശനം, ഷഡ്ദർശനം. നാസ്തിക ദർശനം 3 ദർശനമായുണ്ട്. അപ്പൊ അതിലേത് ന്യായം, വൈശേഷികം, അതിന്റെ ആചാര്യന്മാരുടെ പേര് പഠിക്കാൻ പറ്റുമെങ്കിൽ അതും പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇപ്പുറത്തെ 3. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സൂത്രം, ഭാഷ്യം, വ്യാഖ്യാനം, കാരിക. ഓക്കെ, സംഭവം അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഓക്കെ ആവും. അപ്പൊ ഇന്ന് തന്നെ അത് ആലോചിച്ച് ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പഠനം പൂർത്തിയായി. പിന്നെ നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഉറപ്പിച്ചില്ലെങ്കിലാണ് കൈ പോകുക. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
എന്താണ് മെയിൻ പോയിന്റും എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സന്ധിപ്പും വരെ വണക്കം.